തിരുവനന്തപുരത്ത് നിന്ന് അമൽ തേനമ്പറമ്പിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അമൽ, അതിശക്തമായ മഴയാണോ തിരുവനന്തപുരത്ത്? തെക്കൻ ജില്ലകളിൽ പ്രത്യേക ജാഗ്രതയും അറിയിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയുണ്ട് ഇപ്പോൾ മഴയുടെ ഒരു അവസ്ഥ? മലപ്പുറം തൊട്ട് താഴത്തോട്ട് ഇങ്ങ് തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും നല്ല മഴയാണ്. ചില ജില്ലകളിൽ യെല്ലോ അലേർട്ട്, ചില ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് എന്നുള്ള പ്രഖ്യാപനത്തിലെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലായിടങ്ങളിലും അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. മറ്റ് മലപ്പുറത്തിന് താഴേക്കുള്ള ജില്ലകളിലെല്ലാം തന്നെ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴ വൈകിട്ട് വരെ തുടരും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ഇന്നലെയും ഒറ്റപ്പെട്ട മഴയൊക്കെ ഉണ്ടായിരുന്നു. മലയോര മേഖലയിൽ ഇപ്പോൾ നല്ല രീതിയിൽ മഴ പെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരത്തൊക്കെ മലയോര മേഖലയിൽ മാത്രമല്ല, ദൃശ്യങ്ങളിലൊക്കെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സമയത്തും നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. രാവിലെ മുതൽ തുടങ്ങിയതാണ് ഈ ഒരു മഴ. ഇത് വൈകിട്ട് വരെ ഇങ്ങനെ തുടരുമെന്നുള്ളതാണ് പറയുന്നത്. മുന്നറിയിപ്പുകൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് മത്സ്യത്തൊഴിലാളികൾക്കുള്ള മുന്നറിയിപ്പാണ്. ശക്തമായ തിരമാല ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ കടലിൽ പോകരുത് എന്നുള്ള മുന്നറിയിപ്പാണ് കേരള കർണാടക തീരത്തുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാളെയും മഴ തുടരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ശക്തമായ മഴ എന്തായാലും ഇപ്പോൾ എല്ലായിടത്തുമുണ്ട്. അമൽ, മറ്റൊന്ന്, തിരുവനന്തപുരത്ത് പൊതുവെ വെള്ളക്കെട്ടുള്ള ചില പ്രദേശങ്ങളിൽ കുറച്ചായി ഈ 2-3 തവണയായി മഴ പെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ആ തരത്തിലുള്ള എന്തെങ്കിലും ജില്ലാ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പൊക്കെ അവർക്ക് കൊടുക്കുകയോ മാറ്റി താമസിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? കഴിഞ്ഞ തവണയൊക്കെ പെയ്ത മഴ നമ്മൾ കണ്ടതാണ്. ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്തൊക്കെ വളരെ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ വെള്ളം ഭൂമിയിലേക്ക് പതിക്കുന്ന തരത്തിലുള്ള മഴയായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ ചാറി നിൽക്കുകയാണ്. ഇനി ആ അവസ്ഥയിലേക്ക് പോകുമോ എന്നറിയില്ല. ഇപ്പോഴെന്തായാലും അങ്ങനെ വെള്ളക്കെട്ടിനുള്ളൊരു സാഹചര്യമില്ല. പെയ്യുന്ന വെള്ളം ഒഴുകി പോകുന്നുണ്ട്. മാത്രമല്ല, അന്ന് വലിയ തോതിലുള്ള വെള്ളക്കെട്ട് ഉണ്ടായ സമയത്ത് നഗരത്തിൽ, പ്രത്യേകിച്ചും തമ്പാനൂര്, ചാക്ക അടക്കമുള്ള അന്ന് വെള്ളം കയറിയ സ്ഥലങ്ങളിലെ ഓടയൊക്കെ അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കിയിട്ടിരുന്നു. അതിനാൽ തന്നെ വെള്ളം അങ്ങ് ഒഴുകി പോകും എന്നുള്ളത് പ്രതീക്ഷിക്കാം. പക്ഷേ ശക്തമായ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും പാർവതിപുത്തനാർ അടക്കമുള്ള അവിടങ്ങളിൽ വൃത്തിയാക്കാതെ കിടക്കുന്നതിനാൽ തന്നെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോഴങ്ങനെ ശക്തമായൊരു മഴ പെയ്യുന്നില്ല. പക്ഷേ ഇങ്ങനെ ചാറി തുടർച്ചയായ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് പരക്കെ മഴയുടെ ഒരു അവസ്ഥ. നമുക്ക് പത്തനംതിട്ടയിൽ നിന്നും CK അഭിലാൽ കൂടി ചേരുന്നുണ്ട്. അഭിലാൽ, പത്തനംതിട്ടയിലും നല്ല മഴയുണ്ട്. പ്രത്യേകിച്ചും മലയോര മേഖലയാണ്. അയ്യപ്പ ഭക്തരൊക്കെ കടന്നു പോകുന്ന വഴിയാണ്. എങ്ങനെയാണ് അവിടുത്തെ മുന്നൊരുക്കങ്ങൾ? ഇപ്പോഴത്തെ മഴയുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്? കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. എന്നാൽ പത്തനംതിട്ട ജില്ലയിൽ പരക്കെ മഴ ലഭ്യമാകുന്നില്ല. പുലർച്ചെ 5:40 കൂടി നേരിയ ചാറ്റൽ മഴ ഇടവിട്ട് ചാറുന്നുണ്ട്. ഇപ്പോഴും കാര്യമായ തോതിൽ ആ ചാറ്റൽ ലഭ്യമാകുന്നുമില്ല. ഇന്നലെ മുതൽ തന്നെ ആകാശം മേഘാവൃതമായി തുടരുകയായിരുന്നു. വെയിൽ പകൽ സമയത്ത് കാര്യമായി ഉറച്ചിരുന്നില്ല. സമാന രീതിയിലുള്ള ഒരു കാലാവസ്ഥ തന്നെയാണ് ഇന്നും പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് മലയോര മേഖലയിലടക്കം കാര്യമായ പ്രശ്നങ്ങളില്ല. മഴ കാര്യമായി പെയ്തിട്ടില്ല. പല മേഖലകളിലും നേരിയ തോതിലുള്ള ചാറ്റൽ മഴയുണ്ട്. വരും മണിക്കൂറുകൾ ഒരുപക്ഷെ കാലാവസ്ഥാ പ്രവചനം ശരിവെച്ച് മഴ പെയ്യാനുള്ള സാധ്യതയാണുള്ളത്. കനത്ത മഴയ്ക്കുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ വിലയിരുത്തൽ. അതിനാൽ തന്നെ നിലവിൽ ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല.